അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ നിന്ന് മടങ്ങവേ മാധ്യമങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കണ്ണ് ഇറാൻ മേലെയുണ്ട്, ആ ദിശയിലേക്ക് ഒരു വലിയ ഫ്ലോട്ടിൽ പോകുന്നുണ്ട്, എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്ന്. യു.എസ്. കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പായ USS എബ്രഹാം ലിങ്കൺ നയിക്കുന്ന നാവികസേന സൗത്ത് ചൈന സീയിൽ നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങി പേർഷ്യൻ ഗൾഫിലെ ഇറാൻ അടുത്തെത്തിയിരിക്കുകയാണ്. ജനുവരി 22-നാണ് ട്രംപ് ഇറാനിലേക്ക് നാവികസേനയെ അയക്കുന്നതായി പ്രഖ്യാപിച്ചത്. ബിഗ് ഫ്ലോട്ടില്ല എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വൻ സൈനിക നീക്കമാണിത്. എന്തിനും തയ്യാറായി ഇറാനും അപ്പുറത്തുണ്ട്. ട്രംപിനെ നേർക്കുനേർ വെല്ലുവിളിക്കുകയും ചെയ്തുകൊഴിഞ്ഞു ഇറാന്റെ ഉന്നത നേതാക്കൾ. ഇറാനെ വളയാനെത്തിയ അമേരിക്കൻ ആർമാഡയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇറാനിലെ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾ വ്യാപകമാവുകയും സുരക്ഷാസേന പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോഴും രക്ഷിക്കാൻ താൻ വരുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു ട്രംപ്. പിന്നാലെയാണ് ഇറാൻ അടുത്തേക്ക് US നാവികസേനയുടെ എത്തിച്ചേരൽ. ലക്ഷ്യം ഖാംനെയാണോ? ജൂണിലെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന് മുൻപ് അമേരിക്ക ഇറാനെ നേരിട്ട് ആക്രമിച്ചിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ ഒരു ഓപ്പറേഷൻ വിജയകരമായി നടത്തുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും വികസിപ്പിക്കുന്നതിന് തന്നെ അമേരിക്ക വർഷങ്ങളോളം ചെലവഴിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പ്രതിഷേധക്കാരെ സംരക്ഷിക്കാനെന്ന പേരിൽ ആക്രമണത്തിനൊരുങ്ങുന്നതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ടാർഗറ്റുമാണ് അമേരിക്കയ്ക്കുള്ളതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. USS എബ്രഹാം ലിങ്കൺ മേഖലയിലെത്തുന്നതോടെ ട്രംപിന് ഒന്നല്ല, അതിൽ കൂടുതൽ ഓപ്ഷനുകളായിരിക്കും മുന്നിലുണ്ടാവുക. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ പോലുള്ള പരമ്പരാഗത ടാർഗറ്റുകളായിരിക്കും പ്രധാന ലക്ഷ്യം. പ്രതിഷേധക്കാരെ യഥാർത്ഥത്തിൽ സഹായിക്കില്ലെങ്കിലും ട്രംപിന് നേരെ ആരോപണങ്ങൾ ഉയരാതിരിക്കാൻ ഇത് മറയാകും. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോഴ്സ്, പോലീസ് സേന, പാരാമിലിറ്ററി ബെസീറ്റ്, മെലീഷ്യ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെയും വ്യക്തികളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് മറ്റൊരു ഓപ്ഷൻ. ഇറാന് 10 ലക്ഷത്തിലധികം സുരക്ഷാ ജീവനക്കാർ ഉള്ളതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇറാനുമായുണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഇസ്രായേൽ ഇറാന്റെ എണ്ണ കയറ്റുമതി ടെർമിനലുകൾ, ഖാഗ് ദ്വീപ്, പ്രധാന പ്രകൃതിവാതക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആക്രമിക്കുമെന്ന് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊരാക്രമണം ഉണ്ടായാൽ ഇറാന്റെ സാമ്പത്തിക നില തകർക്കാൻ ഈ അവസരം ട്രംപ് പ്രയോജനപ്പെടുത്തിയേക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഭരണമാറ്റമാണ് US ലക്ഷ്യമിടുന്ന മറ്റൊരു നിർണായകമായ കാര്യം. ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖാംനെയുടെ ഭരണത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമാണ്. ഖംനെയെ നീക്കം ചെയ്യണമെന്ന് പ്രതിഷേധക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ ഒരു തവണ മാത്രമേ സക്സഷൻ ഉണ്ടായിട്ടുള്ളൂ. ഖംനെയ്ക്ക് ഏകഖണ്ഡമായ പിൻഗാമിയില്ല. അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നത് അധികാരശൂന്യത സൃഷ്ടിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാകില്ലെന്ന് നിരീക്ഷകരും പറയുന്നു. ഇതിനിടയിലാണ് വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ദക്ഷിണ ചൈന കടലിൽ നിന്നും ഈ കപ്പൽ പടയെ അടിയന്തരമായി പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ട്രംപ്. 5000-ലധികം നാവികർ, അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ എന്നിവ ഈ സന്നാഹത്തിലുണ്ട്. മേഖലയിലെ അമേരിക്കൻ താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ.